ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ ഒരു സ്ഥലം കാണിച്ചു തരാൻ പോവുകയാണ്. ആ സ്ഥലം ഏതാണെന്ന് ആ സ്ഥലത്ത് പോയതിന് ശേഷം കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം ടൗണിലാണ്. ബസ് ഇപ്പോൾ ഉടനെ വരുന്നതായിരിക്കും. ബസ് എരുമേലിയിൽ ചായ കുടിക്കാൻ നിർത്തി. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പീരുമേട്ടിലെ മനോഹരമായ തേയിലത്തോട്ടമാണ്. പച്ചപ്പിന്റെ അനന്തമായ തിരകൾ പോലെ പരന്നുകിടക്കുന്ന ഈ തോട്ടങ്ങൾ വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഇവിടെ തണുത്ത കാലാവസ്ഥയിൽ മഞ്ഞുമൂടിയ പ്രഭാതവും തേയിലയ്ക്ക് പ്രത്യേക രുചിയും സുഗന്ധവും നൽകുന്നു. രാവിലെ തൊഴിലാളികൾ ഓരോ ഇലയും ശ്രദ്ധയോടെ പറിച്ച് ശേഖരിക്കുന്നു. പ്രകൃതിയും മനുഷ്യരും ചേർന്ന് സൃഷ്ടിക്കുന്ന ഈ സൗന്ദര്യം പീരുമേട്ടിന്റെ അഭിമാനമാണ്. ഒരു പ്രാവശ്യം ഇവിടെ വന്നാൽ ഈ പച്ചപ്പിന്റെ ശാന്തത മനസ്സിൽ എന്നും നിലനിൽക്കും. ഹായ് ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ കുമളിയിലെത്തിയിട്ടുണ്ട്. കുമളി ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നും ഞാൻ നേരെ പോകാൻ പോകുന്നത് തമിഴ്നാട്ടിലുള്ള കമ്പത്തേക്കാണ്. മലഞ്ചെരിവുകളിലൂടെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ഈ വഴി പച്ചപ്പും തണുത്ത കാറ്റും കാഴ്ചകളും സമ്മാനിക്കുന്നു. ഏകദേശം 35 കിലോമീറ്റർ മാത്രം ദൂരം. പക്ഷേ ഓരോ വളവും ഒരു പുതിയ ദൃശ്യം തുറക്കുന്ന ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഈ യാത്ര. ചുരുങ്ങിയ ദൂരം, പക്ഷേ മറക്കാനാകാത്തൊരു യാത്ര. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കമ്പത്തെ കാഴ്ച ഇപ്പോൾ കാണാം. സുഹൃത്തുക്കളെ, ഇവിടെ നിന്ന് 200 മീറ്റർ മാത്രം നടന്നാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ എൻട്രൻസിലെത്താം. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്. പക്ഷേ അതിനിടയിലും ഒരുപാട് ആൾക്കാർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നുണ്ട്. റോഡിലൂടെ നടക്കുമ്പോൾ തന്നെ ഈ സ്ഥലത്തിൻ്റെ വൈബ് വേറിട്ടതാണ്. ഇനി നമുക്ക് അകത്ത് കയറി അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. മുന്തിരിത്തോട്ടത്തിൻ്റെ എൻട്രൻസ് ഇതാണ്. MSR മുന്തിരിത്തോട്ടം. ഞാനിവിടെയാണ് വന്നത്. ഇവിടെ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളുണ്ട്. എൻട്രൻസിന് മുന്നിൽ തന്നെ ഒരു മനോഹരമായ ഓലമേഞ്ഞ കുടിൽ കാണാം. കാണുമ്പോൾ തന്നെ ഒരു യൂറോപ്യൻ ടച്ച് തോന്നുന്നു. ഗ്രാമീണ ശൈലിയുടെയും വിദേശ സ്റ്റൈലിൻ്റെയും ഒരു മനോഹരമായ കൂട്ടായ്മ പോലെ. ചൂടുള്ള കാലാവസ്ഥയിലും ഈ കുടിൽ ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട് തന്നെയാണിത്. ഇനി ഈ കിങ് കോങ്ങിനൊപ്പം ഒരു ഫോട്ടോ എടുക്കാം. ഇവിടെയാണ് സ്കൈ സൈക്കിളിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് ചാർജ് 100 രൂപയാണ്. ഞാൻ 100 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്തു. ഗായ്സ്, ഞാൻ സൈക്കിളിൽ കയറാൻ പോവുകയാണ്.
ഇനി ഞാൻ നിങ്ങൾക്ക് മനോഹരമായ മുന്തിരിത്തോട്ടം കാണിച്ചു തരാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ മനോഹരമായ മുന്തിരിത്തോട്ടത്തിനിടയിലാണ്. നിരയായി പന്തലിച്ചു കിടക്കുന്ന വള്ളികളിൽ പച്ചയും നീലയും കലർന്ന മുന്തിരിത്തൊപ്പികൾ കാഴ്ചയ്ക്ക് തന്നെ ഒരു ഉത്സവമാണ്. സൂര്യപ്രകാശവും മണ്ണിൻ്റെ സമൃദ്ധിയും ചേർന്നാണ് ഈ മധുരം പിറക്കുന്നത്. ഓരോ കുലയും കർഷകൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ഇവിടെ നിന്ന് നേരിട്ട് പറിച്ച് കഴിക്കുന്ന മുന്തിരിയുടെ രുചി വേറെയൊന്നുമല്ല, പ്രകൃതിയുടെ തികച്ചും ശുദ്ധമായ സമ്മാനം. ഈ പച്ചപ്പിനിടയിൽ നിൽക്കുമ്പോൾ മനസ്സും തണുത്തുപോകും. സുഹൃത്തുക്കളെ, ഇനി നമുക്കൊരു ഫ്രഷ് ജ്യൂസ് കഴിച്ചാലോ? സിസ്റ്റർ, ഒരു ജ്യൂസ് കൂടി. ഒരു ഗ്ലാസ് ജ്യൂസിന് 40 രൂപയാണ്. മുന്തിരി ജ്യൂസ് കുടിക്കാൻ പോവുകയാണ്. മുന്തിരിത്തോട്ടത്തിൻ്റെ മനോഹര കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മനസ്സ് നിറഞ്ഞ സന്തോഷം. പുറത്ത് ഒരു സുന്ദരമായ ഔട്ട്ലെറ്റ് ഉണ്ട്. മുന്തിരി കൊണ്ട് തയ്യാറാക്കിയ ഒരുപാട് വിഭവങ്ങൾ ഇവിടെ കാണാം. ഇഷ്ടമുള്ളവർക്ക് വാങ്ങാനും സാധിക്കും. കാഴ്ചയും രുചിയും ഒന്നിച്ചൊരു അനുഭവം. ഇന്നത്തെ ദിവസം സൂപ്പർ. സപ്പോർട്ട് തുടരണം. ഇതുവരെ കൂടെയുണ്ടായ എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബാലു സൈൻ ഓഫ്.